ഈ ടൂർണമെന്റിലെ സ്റ്റേഡിയം സ്പോൺസർ ചെയ്യുന്നു സേഫ് ഹാൻഡ്സ് ഗോൾഡ് ആൻഡ് ഫിനാൻസ് സിപി ടവർ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇനി ഞങ്ങൾ ഗ്യാരണ്ടി എല്ലാവിധ ലോൺ ആൻഡ് ഫിനാൻസിനും വിശ്വസ്തയോടെ ഞങ്ങൾ സമീപിക്കാം. ആവേശകരമായ മത്സരം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുണ്ട്. സ്വർണത്തിന് ഉയർന്ന മൂല്യം, തൽക്ഷണം പണം. ഉയർന്ന മൂല്യത്തിൽ മറ്റൊരു ബാങ്കിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണപ്പണം ഇന്നത്തെ മത്സരത്തിൽ മൂർക്കനാട് 7 സ്റ്റാർ കൊല്ലക്കാട് തമ്മിൽ മത്സരിക്കുന്നു. 7 സ്റ്റാർ കൊല്ലക്കാട് എത്രയും പെട്ടെന്ന് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുന്നു. ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. 447-317-988-9846-335024. ടൂർണമെന്റിലെ ലൈറ്റുകൾ സ്പോൺസർ ചെയ്യുന്നു പ്രണവും അസോസിയേറ്റ് ആർക്കിടെക്ട് ആൻഡ് എഞ്ചിനീയറിംഗ് കോൺട്രാക്ടിംഗ് വെങ്ങാർ. നമ്മുടെ സ്വപ്ന ഭവനങ്ങളും കെട്ടിടങ്ങളും സാക്ഷാത്കരിക്കാം. സമ്മാനിക്കുന്നു. ഗാലക്സി ഹോം സെന്റർ വിളിക്ക് ഈ ടൂർണമെന്റിലേക്ക് ആവശ്യമായ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു. UP സൂപ്പർ മാർക്കറ്റ് മൂർക്കനാട് തീരുക്കടി. ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കോൺട്രാക്ടിംഗ് വെങ്ങാർ. കോൺടാക്ട് 9946305002. സാഫു PK മൈക്കുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. PK സാഫു മൈക്കുപാണ്ടിൽ എത്തിച്ചേർന്നതാണ്. 9946124505. ഈ ടൂർണമെന്റിലെ ഇരിപ്പിടങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഗ്രീൻസ് ഇൻഷുറൻസ് ഹബ് ചെമ്മനശ്ശേരി 2ാം മൈൽ. വാഹന ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് 15 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യം. നിങ്ങളുടെ വാഹനം ഏതായാലും ഏറ്റവും കൂടുതൽ പ്രവേശിച്ചു കഴിഞ്ഞ് പ്രവേശിക്കുന്നതാണ്. സൗണ്ട് വീഡിയോ ഒക്കെ ഓക്കെ അല്ലേ? റീപ്ലേ എന്തോ MFLന്റെ 4ാം ക്വാർട്ടർ ഫൈനൽ മത്സരം YFC മൂർക്കനാട് വേഴ്സസ് 7 സ്റ്റാർ പുന്നക്കാട്. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് റീപ്ലേ തന്നെ. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഓക്കെ അല്ലേ? എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയണം. ഓക്കെ, ഇന്നെങ്ങനെയുണ്ട് നമ്മളെ ഫ്രെയിം? എങ്ങനെയുണ്ട്? സ്കോർ ബോർഡ്, ടൈം, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓണാക്കിയില്ലേ സംസാരിക്കും. മൂർക്കനാട് ഫുട്ബോൾ ലീഗ് 4ാം ക്വാർട്ടർ ഫൈനൽ മത്സരം. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലെ അവസാനത്തെ മത്സരമാണെന്ന്. YFC മൂർക്കനാട് വേഴ്സസ് 7 സ്റ്റാർ പുന്നക്കാട്.
സംഘടിപ്പിക്കുന്ന നൂറ്റനാട് കുട്ടികളിലേക്ക് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നൂറ്റനാട് 7 സ്റ്റാർ കാര്യങ്ങളിൽ മത്സരിക്കുന്ന ഈ ടൂർണമെന്റിലെ വിജയികൾക്കുള്ള വിജയികളുടെ സമ്മാനിക്കുന്നു ഈ ടൂർണമെന്റിലേക്ക് ആവശ്യമായ ഈ ടൂർണമെന്റിലെ സൂപ്പർ മാർക്കറ്റ് കളിക്കാരമായ ചെറിയ പ്രശ്നങ്ങൾക്ക് കാണികൾ യാതൊരു കാരണവശാലും പ്രവേശിക്കാൻ സാധ്യതയെന്ന് അറിയിക്കുന്നു. നമുക്ക് കമന്ററിയുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ടൈമുണ്ട്, ഓൾറെഡി സ്കോർ ബോർഡ് കാണുന്നുണ്ട്. അപ്പോ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രെയിമിൽ എനിക്ക് മത്സരം കാണിച്ചു തരുന്നുള്ളത്. അപ്പോ നജീബായ് ഞാനുണ്ട്. നമ്മളെ ഫ്രെയിമൊക്കെ സെറ്റ് ആയില്ലേ? YFC മർക്കാട് വേഴ്സസ് 7 സ്റ്റാർ പുന്നക്കാട്. അപ്പോ മാക്സിമം സപ്പോർട്ടാണ് ഇനി വേണ്ടത്. ഞാൻ ഏറ്റിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ നമ്മൾ പരിഹരിച്ചു. ലൈവ് ഈ രീതിയിൽ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോ എത്ര കണ്ട് ക്ലിയർ ഉണ്ടാവും, ഇടയ്ക്ക് വെച്ച് കട്ടാവോ ഒന്നും നമുക്കറിയില്ല കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഫസ്റ്റ് ലൈവാണ് ഇങ്ങനെ ഒരു ഫ്രെയിമിൽ. വേറെ ആപ്ലിക്കേഷനായിട്ട് യൂട്യൂബിൽ ലിങ്ക് ചെയ്തിട്ട് നല്ലൊരു ഷോട്ടായിരുന്നു 7 സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, താങ്ക് യു നജീബായ്. 7 സ്റ്റാർ പുന്നക്കാടിന്റെ നല്ലൊരു ഗോൾ ശ്രമമായിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് പോയി. ഓക്കെ, താങ്ക് യു. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മളെ കളി കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സഹകരിക്കുക എല്ലാവരും. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ മുന്നോട്ട് പോകുമ്പോൾ 7 സ്റ്റാർ പുന്നക്കാടിന്റെ ഭാഗത്ത് നല്ലൊരു മുന്നേറ്റം ഉണ്ടായി, പക്ഷെ ഗോളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ദുർബലമായ ഒരു ഷോട്ട്. വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇനി അഖില കേരള അഖിലേന്ത്യാ മത്സരങ്ങളൊക്കെ തന്നെ നമുക്ക് ലൈവ് ചെയ്യാൻ കഴിയും. നല്ലൊരു ഗോൾ ശ്രമം, പക്ഷേ പുറത്തേക്ക് പോകുന്നു. കീപ്പർ സേവ് ചെയ്യുന്നു മനോഹരമായിട്ട്. ബോൾ തിരിച്ചു പിടിക്കുന്നു 7 സ്റ്റാർ പുന്നക്കാടൻ. പുന്നക്കാടന്റെ മുന്നേറ്റം
കൃത്യമായി ബ്ലോക്ക് ചെയ്യുന്ന YFC. പക്ഷെ വീണ്ടും പുന്നക്കാടിന്റെ ഭാഗത്ത് ബോൾ നേടിയെടുക്കുന്നവര് ത്രോ ബോൾ ലഭിക്കുന്നു YFCക്ക്. നല്ലൊരു ഷോട്ട് ശ്രമം, പക്ഷേ പ്രതിരോധിക്കുന്നു 7 സ്റ്റാർ പുന്നക്കാട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കളിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സൊക്കെ തന്നെ എവിടെ ഉണ്ടെന്ന് അറിയില്ല. പുന്നക്കാട് അനുകൂലമായിട്ടുള്ള ഒരു ത്രോ ബോൾ ട്രാക്ക് ചെയ്യാൻ ഒരു ഫോർവേഡ് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ മധ്യഭാഗത്തേക്ക് ബോളുമായി YFC. YFCക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്കാണ്. മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നു YFC മൂർക്കനാട്. YFC 1, 7 സ്റ്റാർ പുന്നക്കാട് 0. YFCക്ക് അനുകൂലമായ ഒരു ത്രോ ബോൾ അനുവദിക്കുന്ന റഫറി. വീണ്ടും ശക്തമായ ഒരു ഷോട്ട്, പക്ഷേ വീണ്ടും ഒരു കോർണർ കൂടി ലഭിക്കുന്നു YFCക്ക്. ഷോയിബിന്റെ മുന്നേറ്റം YFCക്ക് വേണ്ടി. YFC മുറിനാണ് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ കിക്ക് ലഭിക്കുന്നു. അവിടെ ഒരു യെല്ലോ കാർഡ് സ്വീകരിക്കേണ്ടി വരുന്നു പപ്പി. 7 സ്റ്റാർ പുന്നക്കാടിന് അനുകൂലമായിട്ടുള്ള ഫ്രീ കിക്ക്. സെൻട്രൽ ലൈനിന്റെ അടുത്തുനിന്നൊരു കിക്ക് ലഭിക്കുന്നു. പുന്നക്കാടിന് അനുകൂലമായിട്ടുള്ള ത്രോ ബോൾ.
യാസിർ ഹായ്. മുന്നേറ്റം മനസ്സ് കൊടുക്കുന്നു ഷോയിബിന്. ഗോളിനുള്ള ശ്രമമായിരുന്നു, പക്ഷെ ഒരുപാട് ഗോളിലൂടെ പോകുന്ന പോസ്റ്റ്. സ്കോർ 1-0 YFC മുറുക്കനാട് 1, 7 സ്റ്റാർ പുന്നക്കാട് 0. ഒരു മിസ് പാസ്, ബോൾ പിടിച്ചെടുക്കുന്നു 7 സ്റ്റാർ പുന്നക്കാട്. ഒരു ത്രോ ബോൾ പുന്നക്കാടിന് അനുകൂലമായിട്ടുള്ളത് ലഭിക്കുന്നു. ഫ്രീസ് ലൈനിന് തൊട്ടടുത്തുനിന്ന് ഒരു ത്രോ ബോൾ. വളരെ ശ്രമമായിരുന്നു, പക്ഷേ ബാറിന് മുകളിലൂടെ പോകുന്നു. സംഷാദ് വെൽക്കം. സെറ്റല്ലേ ആഷിഖ്? ലൈവ് സെറ്റല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ലൈവിൽ അറിയിക്കാം കേട്ടോ. എല്ലാവരും നമ്മുടെ ലൈവ് സ്ട്രീം ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക. അതുപോലെ തന്നെ പരമാവധി നമ്മുടെ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേര് പ്രവാസികളൊക്കെ നമ്മളെ മത്സരം കാണാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. കൃത്യമായ ഡിഫൻസ് YFCയുടെ. മനോഹരമായ മുന്നേറ്റം YFCയുടെ. നല്ലൊരു ക്രോസ്. അവസരങ്ങൾ ലഭിക്കുന്ന YFCക്ക്, പക്ഷെ ഗോളിലേക്ക് രണ്ടാമത്തെ ഗോളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. സ്കോർ ഇപ്പോഴും 1-0. മനോഹരമായ ഒരു ബ്ലോക്ക്. പക്ഷെ വീണ്ടും ബോൾ പിടിച്ചെടുക്കുന്നു YFC. കളിന് പോകുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. പുന്നക്കാടിനുമായിട്ടുള്ള ഒരു ത്രോ ബോൾ. മത്സരം 14-ാം മിനിറ്റിലേക്ക് കടക്കുന്നു. ചെറിയ പാസുകളിലൂടെ മുന്നേറാനുള്ള ശ്രമമാണ് YFC. ഓക്കെ, താങ്ക് യു. ഞാൻ അതേ പറഞ്ഞു, എന്റെ ഭാഗത്തുനിന്ന് പരമാവധി ഒരു ശ്രമം ഉണ്ടാവും. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഉഷാറാക്കാം.
ഇപ്പൊ നിലവില് ഇത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ലിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഒരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് ഇത് ഇപ്പൊ ലിങ്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമുക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ആവുമായിരുന്നെങ്കിൽ ഇപ്പൊ ആ ഒരു എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പരിക്ക് പറ്റുന്നു 7 സ്റ്റാർ പുന്നക്കാടിന്റെ 20ാം നമ്പർ താരം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 2 മത്സരങ്ങൾ, നാളെ മറ്റന്നാള് പിന്നെ അതുപോലെ തന്നെ ഫൈനല്, 3 മത്സരങ്ങളാണ് ഇനിയുള്ളത്. ഈ 3 മത്സരങ്ങളും നമ്മൾ ലൈവിന് മുമ്പ് ഒരു ഗിവ് അവേ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കോർ കൃത്യമായിട്ട് പ്രവചിക്കുന്നവര് മാതിരി വിന്നറാകുന്ന ടീം, ഇത് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യാസ് മെഡിക്കൽസ് പൊട്ടിക്കുഴി ആണ് നമുക്ക് അത് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നാളെയും മറ്റന്നാളും അതുപോലെ തന്നെ ഫൈനൽ ദിവസവും നമുക്ക് ആ ഒരു ഗിവ് അവേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ആവശ്യകരമായ മത്സരം നല്ലൊരു അവസരമായിരുന്നു, പക്ഷെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്നു 7 സ്റ്റാർ പുന്നക്കാടിന്റെ പ്രതിരോധ താരങ്ങൾ. ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. സ്കോർ ബോർഡ് സൂചിപ്പിക്കുന്നു 1-0 YFC മുറുക്കനാട് 1, 7 സ്റ്റാർ പുന്നക്കാട് 0. നിഷാദ് നാളെ കളിയില്ലേ? ഞാന് 2 സെമി ഫൈനലും ഫൈനലുമാണ് നമ്മൾ ലൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് നിങ്ങൾ കമ്മിറ്റി തീരുമാനിക്കും. എന്തായാലും മത്സരങ്ങൾ നടക്കുന്നു. YFCക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്കാണ്. നേരത്തെ ഒരു ഫ്രീ കിക്കിലൂടെയാണ് YFC ഒരു ഗോളിന് മുന്നിലെത്തിയത്. കൃത്യമായി പ്രതിരോധിക്കുന്നു. നല്ലൊരു അവസരമായിരുന്നു, പക്ഷേ ഗോളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല YFC മുറുക്കനാടിന്. ആവേശകരമായ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. സ്കോർ 1-0. മത്സരത്തിന്റെ ആദ്യ ഏകപക്ഷീയമായ ഒരു ഗോളിനെയും കണ്ടുപിടിക്കുന്നു. നാളെ നിശ്ചയത്തിൽ മത്സരം മറ്റുള്ള അംഗങ്ങൾ മത്സരാർത്ഥം സംഘടിപ്പിക്കുന്ന ആവേശകരമായ ഈ ടൂർണമെന്റിലുള്ള വിജയികൾക്കുള്ള വിജയത്തെ സമ്മാനിക്കുകയും നമ്മുടെ ലൈവ് ആണ് എല്ലാവരും. ലാസ്റ്റ് ടൈം അല്ല ലൈവ് സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്. സമയമുണ്ട്, സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിന് മുന്നിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ മത്സരത്തിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാഫ് ടൈം ഒക്കെ ആകുമ്പോഴും ഫ്രീ ടൈം ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് മറ്റു ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ ലിങ്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, പേഴ്സണലായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ എനിക്ക് ലൈവ് ഇടുന്നതിന്റെ കുറച്ച് മുന്നേ കാരണം നമ്മൾ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഒരുപാട് പേർക്കൊന്നും ഷെയർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത് വരുന്ന കിട്ടുന്നവർ മറ്റുള്ളവർക്ക് ഒന്ന് എത്തിച്ചൊന്ന് സഹകരിക്കണം.
ഫാറൂഖ് ഗ്രൗണ്ടില് സെറ്റാണ്. നമ്മളിവിടെ തന്നെ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോ ഫാറൂഖ് ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. മെഡിക്കലായാലും ശരി. വാഹിദ താങ്ക് യു. ഇനി നമുക്ക് ഉഷാറാക്കണം. പതിനേഴ് മിനിറ്റാണ് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നത്. ഞാൻ ആ ലാപ്പ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 17 മിനിറ്റ് ശേഷമുള്ളതാണ് സെക്കൻഡ് ഹാഫ്. ഷമീർ ഭായ് ഹായ്, എവിടെയായിരുന്നു പോന്നിട്ടുള്ളൂ? ആവേശകരമായ മത്സരം പുരോഗമിക്കുന്നു. YFC 1 7 സ്റ്റാർ പുന്നക്കാട് 0. പതിനേഴ് മിനിറ്റാണ് ആദ്യ പകുതിയിൽ റഫറി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇൻക്ലൂഡിംഗ് ഇഞ്ചുറി. 17 മിനിറ്റിന് ശേഷം വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാഫിന്റെ ടൈമാണ്. സെവൻ സ്റ്റാർ പുന്നക്കാടിന് അനുകൂലമായിട്ടുള്ള ഒരു ത്രോ ബോൾ. സെവൻ സ്റ്റാറിന്റെ മുന്നേറ്റം മൈനസ് ഗോൾ കളിക്കുന്നു. അലക്ഷ്യമായ ഒരു ഷോട്ട് പോസ്റ്റിന് ഒരുപാട് മുകളിലൂടെ പോകുന്നു. ഒരു ആശ്വാസമായി 2 വർഷത്തിലേക്കാൾ ഇടത്തിലായ ആരോഗ്യത്തെ ഒരു സാന്ത്വനത്തിലേക്ക് സഹായ വിജയപ്പെടുത്തുന്നതെന്ന് അസ്ലമിനിപ്പോ ഞാൻ ഉറപ്പൊന്നും കൊടുക്കില്ല. കാരണം ഓന്റെ കാര്യമായിട്ട് ഉറപ്പ് തരാൻ പറ്റില്ല. ആരെയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറഞ്ഞല്ലോ. അതൊന്നും അറിയില്ല, അതൊന്നും പറഞ്ഞില്ല. നാളെ തരുന്ന പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല ഉറപ്പ് പറയുന്നില്ല. എന്നോട് പറയാം അത്രയൊക്കെ അറിയുള്ളൂ. ഞാൻ പറയാനുള്ള തന്നെ കട്ടാക്കി. അതിന്റെ ഇടയിൽ എന്നെ കട്ടാക്കി. നാളെ എടുത്ത പറഞ്ഞേ നാളെ
ഇവിടെ ആഷിഖ് ഹായ് വയസ്സ് ഒരു ഗോളിനെ ലീഡ് ചെയ്തിട്ടാണ്. സെവൻ സ്റ്റാർ പിന്നക്കാരന് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. സെൻട്രൽ ലൈനിന്റെ തൊട്ടടുത്ത് നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ പുറത്തേക്ക് പോകുന്നു. ലൈവ് കാണുന്ന എല്ലാവരും നമ്മുടെ ലൈവ് സ്ട്രീം ലൈക്ക് ചെയ്തിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. രക്ഷപ്പെടുത്തുന്ന ഗോൾ കീപ്പർ നല്ലൊരു മുന്നേറ്റമായിരുന്നു YFC മൂർക്കനാടിന്റെ സുഹൈബ്. ഒരു കോർണർ കിക്കിൽ കലാശിക്കുന്നു. YFC മൂർക്കനാടിന് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ കിക്ക്. റംഷാദ് മോനു കിക്കെടുക്കുന്നു. ബോൾ പിടിച്ചെടുക്കുന്നു സെവൻ സ്റ്റാർ പിന്നക്കാട്. അതിവേഗം മുന്നോട്ട്, മനോഹരമായ മുന്നോട്ട്, അതിവേഗം മുന്നോട്ട് പോകുന്നു. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി പോകുന്നു പിന്നക്കാട്. പക്ഷെ ഇപ്പോഴും ബോൾ പിന്നക്കാടിന്റെ താരങ്ങളുടെ കാലുകളിലാണ്. ത്രോ പിന്നക്കാട് അനുകൂലമാകുന്നു. സാവധാനം കളി മെനയുകയാണ് പിന്നക്കാട്. വീണ്ടും ഒരു ത്രോ ബോൾ. നല്ലൊരു പാസ്, കൃത്യമായി അളന്നു മുറിച്ച് നൽകിയ ഒരു പാസ്. പക്ഷെ ഫിനിഷിങ്ങിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല സെവൻ സ്റ്റാർ പിന്നക്കാടിന്റെ ഫോർവേഡിന്. ഷോപ്പിന്ന് പുതിയതൊന്നും എടുത്തോന്നോ മനസ്സിലായാലും എന്താ റംഷാ പറഞ്ഞേ? അഗൈൻ പുന്നക്കാട് വീണ്ടും അവിടെ ബോൾ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. തുടർച്ചയായി 2 ബോളുകൾ സെവൻ സ്റ്റാർ പുന്നക്കാടിന്. ബോളിനുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ കാണാൻ പറ്റുന്നത്. അവിടെ ഒരു ഇഞ്ചുറി പറ്റുന്നു സെവൻ സ്റ്റാർ പുന്നക്കാടിന്റെ ഒരു പ്ലെയർക്ക്. YFC കീപ്പർ റസൽ സമ്മാനിക്കുന്ന ഫ്ലെക്സിബിള ഈ കീപ്പർ കൈവശമുള്ള മറ്റ് മെച്ചപ്പെട്ടതായിരുന്നു സമ്മാനമാണ്. ഓക്കെ പ്ലേ ഓൺ. സ്കോർ ബോർഡ് നമ്മൾ കാണാൻ കഴിയും.
1-0 YFC മുറുക്കനാട് 1 7 സ്റ്റാർ പുന്നക്കാട് 0. ഓക്കെ, താങ്ക് യു. വീഡിയോ ക്ലാരിറ്റി പരമാവധി ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. YFCയിലെ ചെറിയ മോനല്ലേ, മോന് കളിക്കുന്നുണ്ടല്ലോ. പ്രസാദ് മോനു കളിക്കുന്നുണ്ട്. 7 സ്റ്റാറിന്റെ കീപ്പറെ പേര് കറക്റ്റ് പേര് അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. രണ്ടാം പകുതിയുടെ 10-ാം മിനിറ്റും കടന്ന മത്സരം പുരോഗമിക്കുന്നു. ഓക്കെ, ഞാനും വിചാരിച്ചു എന്താ ഷോപ്പിൽ എന്തോ പുതിയത് എടുത്താന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ല. വണ്ടർമജു കളിക്കുന്നില്ല, കളിക്കാറാവണല്ലോ ഉള്ളൂ. അവനൊക്കെ ഇപ്പോ നമ്മുടെ ജൂനിയർ ടീമിന്റെ ക്യാപ്റ്റനാണ്. അധികം വൈകാതെ തന്നെ സീനിയർ ടീമിന്റെ ക്യാപ്റ്റനായിട്ടും പ്ലെയർ ആയിട്ടൊക്കെ തന്നെ വരേണ്ട താരമാണ് നമ്മുടെ നാജു. ഒരു അക്കാദമി അഡ്മിഷനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ത്രോ ബോൾ അനുവദിക്കുന്നു 7 സ്റ്റാർ പുന്നക്കാടിന് അനുകൂലമായി. ഇല്ല, നാജു കളിച്ചിട്ടില്ല. അവന് പ്രാക്ടീസിന് വാമപ്പിന് ഇറങ്ങാറുണ്ട് ടീമിന്റെ കൂടെ. ചെറിയ പ്രായമല്ലേ, വലിയ പ്ലേയേഴ്സിന്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചുറി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. YFC മുറുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ത്രോ ബോളാണ്. ലോങ് കിക്കിനുള്ള ശ്രമമായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ആഷി ഒരു കോർണർ കിക്ക് കലാശിക്കുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? നിലവിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഒക്കെ യങ് പ്ലേയേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള ഹോം ടീമുകളുടെ മാത്രം മത്സരമല്ല, അതുകൊണ്ട് പുറത്തുനിന്നൊന്നും കളിക്കാറില്ല. നമ്മുടെ നാട്ടിലുള്ള അത്യാവശ്യം നല്ല കളിക്കാരൊക്കെ ചെറിയ ജൂനിയർ ടീമിൽ കളിക്കുന്ന പിള്ളേരും അതുപോലെ തന്നെ സീനിയർ ടീമുള്ളവരൊക്കെ കളിക്കുന്നുണ്ട്. YFCക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്കാണ്. ഏത് പ്ലെയറാണ് ഏറ്റവും മൈനറായിട്ട് ജൂനിയർ ആയിട്ടുള്ള ഇറങ്ങിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ, സോറി. നിലവില് മോനു ഫർഷാദ് YFCയുടെ ആളാണ്. ഉയരത്തിൽ കുറച്ച് കുറവുണ്ടെന്നുള്ളൂ. സീനിയർ ടീമില് 3ാമത്തെ സീസണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാപ്പിക്ക ഹായ്, ഇന്നെന്താ ലൈവ് ഫ്രെയിമൊക്കെ പാട് നോക്കി വയ്ക്കാം, സെറ്റല്ലേ? 7 സ്റ്റാർ പുന്നക്കാടിന്റെ ഭാഗത്തുനിന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ഫൗൾ കൺസിഡർ ചെയ്യുന്നു YFC. പുന്നക്കാട് അനുകൂലമായിട്ടുള്ള
ചെറിയ കീപ്പർ അറിയില്ല. ഞാൻ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇടുമ്പോഴേ ഞാൻ ഈ മൊബൈലിലൂടെയാണ് ഞാൻ കളി നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യമില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോ അതുകൊണ്ട് പ്ലേയേഴ്സിന്റെ ഒക്കെ മുഴുവൻ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ആരൊക്കെ കളിച്ചെങ്ങനെ നോക്കാനുള്ള ഒരു എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഞാൻ ഫ്രെയിം മാത്രമേ നോക്കുന്നത്, അല്ലാതെ പ്ലേയേഴ്സിനെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ലല്ലോ നമ്മൾ ലൈവ് ചെയ്യുമ്പോ. മനോഹരമായിട്ടുള്ള ഒരു സേവ് 7 സ്റ്റാർ പുന്നക്കാടിന്റെ ഗോൾ കീപ്പറുടെ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ഗോളിലേക്ക് വഴിവെക്കുമായിരുന്ന ഒരു ഷോട്ട്, പക്ഷെ വളരെ മനോഹരമായി സേവ് ചെയ്യുന്നു 7 സ്റ്റാർ പുന്നക്കാടിന്റെ ഗോൾ കീപ്പർ. YFCക്ക് അനുകൂലമായിട്ടുള്ള ഒരു ത്രോ ബോൾ ആണ് ഫ്രീ സോൺ ലൈനിന്റെ അടുത്ത് നിന്ന്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ലിങ്കുകളൊക്കെ എത്തിക്കണം. സെമി ഫൈനലൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചക്കാരെ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ലൈവുകൾ. താങ്ക് യു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയണേ. ഈ ഒരു ലെവലിൽ സെറ്റാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു വാശി ഉണ്ടായിരുന്നു ഈ ലെവലിൽ നമ്മൾ ലൈവ് ചെയ്യും എന്നുള്ളത്. 1000 സബ്സ്ക്രൈബേഴ്സ് ആവാതെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു, കുറച്ച് പേയ്മെന്റ് കൊടുത്തിട്ടാണെങ്കിൽ പോലും. ഇന്ന് YFC മുറിനായിട്ടുള്ള ഒരു ത്രോ ബോൾ ഞെട്ടിയറിയുന്നു. നല്ലൊരവസരം, പക്ഷേ വീണ്ടും ഗോള് മാത്രം അകന്നു നിൽക്കുന്നു. ഒരു ഗോളിന്റെ ലീഡിൽ YFC മൂർക്കനാട്. ഓഫ് സൈഡ് കൺസിഡർ ചെയ്യുകയാണ് പുന്നക്കാട്. കിക്കെടുക്കുന്നു YFC. താങ്ക് യു. വീണ്ടും ഒരു ഫോൾ കൺസിഡർ ചെയ്യാണ് പുന്നക്കാടിന്റെ കിക്ക്. നല്ലൊരു ശ്രമം. 33 മിനിറ്റ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫും കൂടിയാണ്. 17 മിനിറ്റ് ഞാൻ അവിടെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് ചെറുതായിട്ട് 17 മിനിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. അതിന്റെ ബാക്കി സമയം സെക്കൻഡ് ഹാഫാണ്. പതിനേഴ് മിനിറ്റ് ഫസ്റ്റ് ഹാഫ്, അതിനുശേഷമുള്ളത് സെക്കൻഡ് ഹാഫ്. ഇന്ന് ഫസ്റ്റ് ലൈവാണ് ഈ ഒരു ഫ്രെയിമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും അടുത്ത ലൈവിൽ നമുക്ക് സെറ്റാക്കാം. ഡോണ്ട് വറി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു YFC മുർക്കനാട്. അത് നമുക്ക് ഫിക്സ് ആക്കിയിട്ട് പറയാൻ കഴിയില്ല. കാരണം ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് ആനുപാതികമായിട്ടാണ് ടൈം കൊടുക്കാറുള്ളത്. 15 കൊടുക്കാറുണ്ട്, 15-10 കൊടുക്കാറുണ്ട്. പിന്നെ ഇഞ്ചുറി ആയിട്ടൊക്കെ ഒരുപാട് സമയം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ടൈം കുറച്ചധികം കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കളി അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. പുന്നക്കാടിന്റെ അപകടകരമായിട്ടുള്ള ഒരു മുന്നേറ്റം. പക്ഷേ ഓഫ് സൈഡ് ഫ്ലാഗ്. ഫഹീം ഹായ്. മത്സരം അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അവസാന മിനിറ്റുകളിലൂടെയാണ്. 17 മിനിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്, 17 മിനിറ്റ് സെക്കൻഡ് ഹാഫും കഴിഞ്ഞു. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു പുന്നക്കാടിന്റെ അവസാന മുന്നേറ്റങ്ങൾ എന്ന് തന്നെ പറയാം. മഞ്ഞക്കാട് നേടേണ്ടി വരുന്നു YFC.
ഓക്കെ 15-15. അതില് ഇഞ്ചുറി ടൈം ഉണ്ടാവുമല്ലോ, അതും കൂടെ കൂട്ടിയിട്ടാണ്. ഫവാസിനെ എനിക്ക് മനസ്സിലായില്ല, ഏത് ടീമിലാണ് ഫവാസ്? ഈ കിക്ക് ഗോളാവുമോ? ഗോളായെങ്കിൽ വളരെ ആവേശകരമാവും. കീപ്പറുടെ കൈകളിലേക്ക് അനായാസം ചെന്ന് പതിക്കുന്നു ആ ഒരു ബോള്. 37 മത്സരങ്ങൾ, മിനിറ്റുകൾ ആദ്യ പകുതിയും രണ്ടാം പകുതിയും കൂടെ കൂട്ടിയിട്ട് അവിടെ ഒരു ത്രോ ബോൾ അനുവദിക്കുന്നു റഫറി. അതെ ആയിരിക്കും ഒരു എത്രയൊരു വീണ്ടും ഒരു മഞ്ഞക്കാട് 7 സ്റ്റാർ മഞ്ഞക്കാടിന്റെ പേർക്ക് നൽകുന്നു. YFC മുർക്കനാട് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് അനുവദിക്കുന്നു. നിലവിൽ രണ്ടാം പകുതി 20 മിനിറ്റ് മത്സരം നടന്നു കഴിഞ്ഞു. 3-4 പ്രാവശ്യം ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് സമയം മത്സരം കളി നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡീഷണൽ ടൈം കൂടെ അനുവദിച്ചാണ് ഇപ്പോ 21ാമത്തെ മിനിറ്റിലേക്ക് മത്സരം കടക്കുന്നത്. രണ്ടാം പകുതിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ട്, ഒരു മിനിറ്റുകളുടെ മാത്രം മത്സരം അവസാനിക്കുന്നു. YFC മൂർക്കനാട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇതിന് വേണ്ടത് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മുടെ സലീമക്കന്റെ എല്ലാവരുടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലൈവ് കാണുന്ന KP സലീംക. അപ്പോ എല്ലാവരും പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ലൈവില് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പോരായ്മകൾ ഇനിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കണം, നമുക്ക് പരിഹരിക്കാം. അപ്പോ അടുത്ത മത്സരങ്ങളിൽ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഗിവ് അവേ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും FB-യിലും വാട്സപ്പിലൊക്കെ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കളിയുടെ ലിങ്കുകൾ വരുന്നതിന് സെമിയാണ്, ഫൈനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കളിയുടെ ലിങ്കുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് ഗ്രൂപ്പുകളിലൊന്നും ഞാനില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുള്ള മറ്റു ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ ചെയ്തിട്ട് സഹകരിക്കുക. അപ്പോ ഇനി നാളെ മത്സരമില്ല, മറ്റന്നാൾ 1ാം സെമി ഫൈനൽ മത്സരമാണ്. അപ്പോ അന്ന് നമുക്ക് കാണാം. നാളെ മത്സരമില്ല, മറ്റന്നാൾ. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യണം. ബഷീർ മൂർക്കനാട്. ബൈ.